ఒక చిన్న విషయం అడగాలి మిమ్మల్ని. లాస్ట్ కపుల్ ఆఫ్ వీక్స్ మేబీ మోర్ మీ ఇన్‌స్టాగ్రామ్ ఫీడ్ అంతా కూడా కొన్ని క్రిప్టిక్ మెసేజెస్‌తో నిండిపోయి ఉంటుంది. అండ్ మీ స్పీచ్‌లో కూడా రిపీటెడ్‌గా మీరు యూ ఆర్ టాకింగ్ అబౌట్ సమ్ బ్యాడ్ డేస్. మీకు అభ్యంతరం లేకపోతే హోప్‌ఫుల్లీ యూ ఆర్ ఆల్ రైట్. ఐ యామ్ ఫెంటాస్టిక్ అండి. మీకేమనిపిస్తుంది నన్ను చూసి? అంటే నిన్న ఒక పోస్ట్ పెట్టారు. యూ వెంట్ త్రూ ఏ వెరీ రఫ్ ఇయర్ బట్ యు ఆర్ ఫ్యాబులస్ అని చెప్పి. ఎస్, అది నిజం, అది నిజం. అందుకే నేను ఇంత ఓపెన్ గా హ్యాపీగా మాట్లాడగలుగుతున్నాను ఈ రోజు. సో ఐఎమ్ ఇన్ అ వెరీ గుడ్ స్పేస్. ఐ విష్ ఐ వాస్ ఇన్ దిస్ కైండ్ ఆఫ్ స్పేస్ వెన్ వీ డిడ్ క్రేజీ కళ్యాణ్. ఇంకా క్రేజీ ఉండేది, బట్ అప్పుడు లేదు. ఇప్పుడు ఐ యామ్ ఇన్ అ గుడ్ స్పేస్. അനുപമ പരമേശ്വരൻ പ്രേമത്തിലമേരി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല, കുറെ റൂമേഴ്സ് പോലൊക്കെ ഇറങ്ങുന്നുണ്ട്. അനുപമയും നമ്മുടെ വിക്രം സാറിന്റെ മകനായ ധ്രുവ് വിക്രവും തമ്മിൽ അഫെയർ ആണെന്നുള്ള രീതിയിലൊക്കെ. സത്യമാണെന്ന് തോന്നുന്നു കേട്ടിട്ട്, സത്യമല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ധ്രുവിന്റെ ഇപ്പോഴത്തെ ഒരു അനുപമയായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും ബാലേനെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, നമ്മുടെ അമൃത സുരേഷ് ഉണ്ടല്ലോ, അമൃത സുരേഷിന്റെ ഹസ്ബൻഡ് ബാല. അപ്പോ അനശ്വര ശരിക്കും എന്ത് അടിപൊളി നടിയാണെന്ന് നോക്കണം. കാരണം കുറെ നാളായി ഇൻഡസ്ട്രിയിൽ, മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പം അധികം ഇല്ല. ഫുള്ളിപ്പം തമിഴ്, തെലുങ്കു അതിലേക്കാണ് പുള്ളിക്കാരി. അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളും അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഒക്കെ അവിടെ ഉണ്ടാക്കിയെടുത്തു. തെലുങ്കൊക്കെ നല്ല വൃത്തിക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി. ഓക്കെ, തൃശ്ശൂർക്കാരിയാണ്. പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ശരിക്കും പ്രേമം എന്ന് പറയുന്ന സിനിമ. അതൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരി കുറച്ച് മലയാള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ട് പുള്ളിക്കാരി നേരെ തെലുങ്കുലും തമിഴിലും ഒക്കെ ആയിട്ട് പോകുന്നു. അവിടെ വെച്ചിട്ട് വിക്രത്തിന്റെ മോനുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നു. ഓക്കെ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വിക്രമിന്റെ മകൻ ധ്രുവ് വിക്രമന്റെ അക്രമങ്ങളാണ്. ഓക്കെ, ശരിക്കും വീഡിയോ അങ്ങോട്ട് ഫുള്ള് വരുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം സുഹൃത്തുക്കളെ. അപ്പോൾ അനുപമ പരമേശ്വരൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. നമ്മുടെ ധന്യ ധന്യവർമ്മ എന്ന് പറഞ്ഞ ചേച്ചിയായിട്ടുള്ള ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിരുന്നു. സോ ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരുപാട് വേസ്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ വരെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അനുപമയുടെ ഒരു ക്ലിപ്പ് കണ്ടുനോക്കാം. I have gone through narcissistic abuse for 2 years. ഓക്കെ, ഈ പറഞ്ഞ അബ്യൂസ് ഉണ്ടല്ലോ, നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. ശരിക്കും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരി പെട്ടുപോയതിനാണ് പുള്ളിക്കാരി ഈ കാര്യം പറയുന്നത് തന്നെ. അതായത് നമ്മളെ ഇടം വലം തിരിയാൻ അനുവദിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മളൊരു ഒരു അടിമയെ പോലെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മുടെ പാർട്ണർ കൊണ്ടു കിടക്കുന്ന ഒരു രീതി. ഓക്കെ, ഒരു എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് ചവറ്റുകുട്ടയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയപ്പെടുമല്ലോ, ആ ഒരു രീതി. നമുക്കൊരു വാല്യൂവും തരാതെ നമ്മൾ ഇടം വലം തിരിയാൻ അനുവദിക്കാതെ, മോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് ഇത് അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ചിലപ്പോൾ അവരൊന്നും ഇത് പുറമേ പറയത്തില്ല. ഇത് സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ശരിക്കും നമ്മളിപ്പോൾ അറിഞ്ഞത്. ബാക്കി നോർമൽ ലൈഫിൽ ഇത് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് സ്ത്രീകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടല്ലോ, ശരിക്കും നമ്മുടെ ഫേസ്ബുക്കിന്റെ യൂസർ ഐ ഡി പാസ്വേഡ്, അതുപോലെ തന്നെ വാട്സപ്പിന്റെ QR കോഡ് സ്കാൻ ചെയ്ത് ഫോണിൽ വെക്കുക, ഇൻസ്റ്റാഗ്രാമിന്റെ യൂസർ ഐ ഡി പാസ്വേഡ്, ഇതെല്ലാം അവരുടെ ഫോണിൽ കാണും. ഓക്കെ, നമ്മളൊരു ഇടം വലം തിരിയാൻ ഇവർ അനുവദിക്കത്തില്ല. എപ്പോഴും അവരുടെ ഒരു ശ്രദ്ധ നമ്മുടെ ഇതിൽ കാണും. ശരിക്കും പണ്ട് ഞാൻ കരുതിയിരുന്നത് ഇതൊരു കൂടുതൽ കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണെന്നാണ്. പക്ഷെ ഇതല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു മെന്റലി ഉള്ളൊരു ഡിസോർഡർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ധ്രുവ് വിക്രമിന് ഇതാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അത് അനുപമ പരമേശ്വരൻ ഇവിടെ പറയാതെ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു, ആ ഒരു അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. എന്നാലും എൻ്റെ വിക്രമന്റെ മകന്റെ അക്രമങ്ങളൊക്കെ കൊള്ളാം. ഓക്കെ, എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം നമ്മൾ കണ്ടതാണ്. ഇരുവരും വേർപിരിയുന്നു, ഇരുവരും തമ്മിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആയി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ കൂടെ കൊടുത്തപ്പോഴത്തേക്കും എല്ലാവർക്കും ഏകദേശം ഒരു രൂപം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലിപ്പ് കൂടി ജസ്റ്റ് കണ്ടോക്കാം. ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അബൌട്ട് നാർസിസിസം. പീപ്പിൾ തിങ്ക് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ ദേ ലവ് ദംസെൽഫ് എ ലോട്ട്, ബട്ട് ആക്ച്വലി ദേ ഹേറ്റ് ദംസെൽഫ്. They are the most insecure people you can find. They have no self-worth. They are like empty vessel, basically. So, avarku basically vendadu control aanu. Because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. Adana avരുടെ supply. So now, namukku vicharikka, appo then they can find a girl who is like pavamaayittulla pannadu kekkuna penkutte, no?
the opposite poles attract. They attract someone who is extremely different from that. ഓക്കെ By extremely confident ആയിട്ടുള്ള independent ആയിട്ടുള്ള a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them. And they try to observe them. They kind of mirror them. And then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, പറഞ്ഞു വരുന്നത് പുള്ളിക്കാരൻ ഒരു ലോക ഉടായ്പാണെന്നാണ്. ഓക്കെ, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തികളെയൊക്കെയാണ് ഇതുപോലുള്ള വ്യക്തികൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു കൺട്രോൾ ഇവരുടെ കയ്യിൽ വെക്കും. അതായത് ഒരു ചരട് ഇവരുടെ കയ്യിൽ കാണും, അത് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് തരും. ഓക്കെ, അവർ ഇങ്ങോട്ട് വലിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വലിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. ഈ ഒരു രീതിയാണ് ഇതുപോലെ ഉള്ള വ്യക്തികൾ, ഇതുപോലെയുള്ള ടോക്സിക് കാമുകന്മാർ കൊണ്ടുപോകുന്നത്. അവര് ശരിക്കും പറഞ്ഞാൽ അനുകരിക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ വേണമെന്നെങ്കിൽ പറയാതെ പറയുന്നുണ്ട്, ഇതൊക്കെ വിക്രത്തിന്റെ മോൻ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം. എന്നാലും അനുപമ പരമേശ്വരൻ നമ്മുടെ ആളാണ്, പുള്ളിക്കാരി മലയാളിയാണ്, പുള്ളിക്കാരി നമ്മുടെ തൃശ്ശൂർക്കാരിയാണ്. സോ നമ്മുടെ എല്ലാ സപ്പോർട്ടും പുള്ളിക്കാരിക്ക് തന്നെ നമ്മൾ കൊടുക്കുകയും വേണം. ഓക്കെ, ഇതുപോലെ ഉള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ മേ ബി പുള്ളിക്കാരി എങ്ങനെയെങ്കിലും ഊരിപ്പോരുന്നതായിരിക്കും. കാരണം മനുഷ്യരായിട്ടുള്ളവരൊന്നും ഒരിക്കലും ഇതിനകത്തൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കത്തില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇതുപോലുള്ള റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഊരിപ്പോരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ പൊന്നു മക്കളെ, നിങ്ങളുടെ ലൈഫ് തീരും, ഉറപ്പാണ്. അടുത്തൊരു ക്ലിപ്പ് കൂടി നമുക്ക് കണ്ടുവെക്കാം. They're extremely good performers. അവരുടെ വീടിൻ്റെ അകത്ത് അവർ ക്ലോസ് പീപ്പിളിൻ്റെ അടുത്തൊരു രീതിയിലും when they step out of that house, they're a total different person. They'll be the most charismatic, the most gentle, kind, shy, charming, very, very charming kind of people. So in the initial days, they show a version of that to you. And they identify your weakness. Appo generally they target empaths who has a lot of empathy. Appo ende oru vishayathil nu vechayna I'm an empath. അവർ നമ്മുടെ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് they try to kind of mirror us. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പം ഞാൻ ഒരു കുറേ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ they will also like slowly start opening up about their traumas and whatever they went through. So we start kind of feeling ഒരു empathy, ഒരു sympathy, connection തോന്നും. Then we start talking about us. അപ്പോൾ this person would want to know more about us. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെക്കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് വാട്ട് വി സൈക്കോളജിക്കലി ഫീൽ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ട്വിൻ ഫ്ലെയിം. ലൈക്ക് വൾണറബിൾ ആവുകയാണ്, നമ്മൾ എക്സ്ട്രീംലി വൾണറബിൾ ആവുകയാണ്. ആൻഡ് ദിസ് ലവ് ഫീൽസ് സോ റൈറ്റ്. ദേ ആർ വെരി വെരി കൺവിൻസിങ് വിത്ത് ദിയർ പെർഫോമൻസ് ദാറ്റ് ഇറ്റ് ഫീൽസ് സോ റൈറ്റ് ദാറ്റ് യു ഗെറ്റ് സോ കണക്റ്റഡ് ടു ദ പേഴ്സൺ. ഓക്കെ, ശരിക്കും പുള്ളിക്കാർ പറയുന്നത് നമ്മളെ ഈ വ്യക്തികൾ നല്ല രീതിയിൽ മനസ്സിലാക്കും. ഓക്കെ, നമ്മളെ ഇവരുടെ കൺട്രോളിനുള്ളിൽ ഇവർ കൊണ്ടുവരും എന്നാണ്. പക്ഷെ പുറമേ നിന്ന് ഒരു വ്യക്തി നോക്കുന്ന സമയത്ത് ഓഹ് എന്ത് നല്ല പയ്യൻ, ഇതുപോലൊരു പയ്യനെ കിട്ടിയ ഇവള് ഭാഗ്യം ചെയ്തവള് തന്നെ എന്നൊക്കെ പുറമേ നിന്നുള്ള ആളുകൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് സർക്കിളിനിടയ്ക്ക് ഇവരിതൊന്നുമല്ല. ഇവര് ശരിക്കും വലിയൊരു സംഭവമായിട്ട് മാറുകയാണ്. ഇവിടെയാണ് ശരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എനിക്ക് ശരിക്കും ബാലയെ ഓർമ്മ വരുന്നുള്ളത്. ബാലയൊക്കെ ഇതിനേക്കാൾ എന്തോ ഭേദം. അമൃതയൊക്കെ ശരിക്കും ബാലയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നതാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ബാലയൊക്കെ എന്തോരം ഭേദം. ശരിക്കും ഒരു കൊച്ചു പയ്യനാണ് ധ്രുവ്. ശരിക്കും ഇതുപോലുള്ള ക്യാരക്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും? കാരണം പണം ഉണ്ടല്ലോ, പണമാണെല്ലാം. ഓക്കെ, ഉപയോഗിക്കുക, വലിച്ചെറിയുക, ഇതൊക്കെ തന്നെയായിരിക്കും രീതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലിപ്പ് കൂടെ കണ്ടുവെക്കാം. സ്ലോലി ദേ സ്റ്റാർട്ട് ടേക്കിംഗ് കൺട്രോൾ. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കാതെ ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ തരത്തിലുള്ള കൺട്രോൾ ആണ് അനുവിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇവരുടെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാം, ശരി ഈ ഡ്രസ്സ് നടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് നോട്ട് റൈറ്റ്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതായത് അവർ കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള, അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ. And then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and you're like, oh, baby, you look so beautiful in churidar. This is the best thing. You look like my wife material. And then you're like, oh, in the chat, oh my God, he likes it so much. So let me buy one more churidar. Like that, one churidar becomes 2 churidars, 3 churidars, 4 churidars. And then you're in churidars. നമ്മൾ തന്നെ അറിയുന്നില്ല മാറുന്നത്. We transform like that.
Baby, the way you were sitting at the dining table and talking today, you were like very controlled, you were very classy, you were very silent. Now you're silent because my partner likes it. ഡൈനിങ് ടേബിളിൽ ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്ന സംസാരിക്കുന്ന ആള് ഓ സൈലന്റ് ആയി കഴിയുമ്പോൾ ചേട്ടൻ ഇഷ്ടം. സോ യു ലൈക്ക് ഓ ഹി ലൈക്സ് ഇറ്റ്, സോ ലെറ്റ് മീ ബി ദാറ്റ് വേ. പിന്നെ നമ്മൾ ഇവന്റ്സിന് പോകാൻ വെക്കുക, ഓ ബേബി വൈ ഡു യു വാണ്ട് ടു വെയർ സ്ലീവ്ലെസ് ടുഡേ, ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. Maybe something other comfortable than me. You'll be like, oh, he cares for me so much. My sleeveless. Oh, right. I'll change my outfit this time. Next time, even before the event, he'll ask you, what outfit are you wearing today, baby? നമ്മൾ options നമ്മൾ send ചെയ്ത് കൊടുക്കും. Then it becomes mandatory that you send that person photos for permission, what you wear. And then you start wearing whatever that person decides. അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ you post something and that person will call and say, you think that photo was appropriate? I think you should avoid that photo. അപ്പോൾ നമ്മൾ ഉടനടി ആ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് we delete that picture. Instantly repost it again. And from the next time, he delete the repost ചെയ്യുന്നേക്കാൾ എളുപ്പം എന്താ, ചേട്ടൻ അയച്ചു കൊടുക്കുക, ചേട്ടൻ will accept it and then take the approval and post. You post a comment, അതിൽ it shows that you're more affectionate towards your audience. So better you ask ചേട്ടൻ for comment. Your song is looking a little കുറച്ചും കൂടി എന്താ പറയുക, what do they call, desperate or something. They say, like ചേട്ടൻ only select the song. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇഷ്ടപ്പെട്ട വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കാത്ത ഉമാരെ കൂടൊക്കെ എങ്ങനെ ഈ സ്ത്രീകൾ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തും ഇതുപോലെ ഒരുപാട് അടുത്ത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്ന്, അതായത് അവനുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഇവർക്കും മടുത്തു തുടങ്ങും, ഇവരും പതിയിട്ടിട്ട് പോകും. സെയിം ആ ഒരു രീതി തന്നെയായിരിക്കണം അനുപമയും ചെയ്തത്. കാരണം നല്ല ഡ്രസ്സൊക്കെ ചില സമയത്ത് നമ്മൾ ചുരിദാർ ഇടാതെ പുള്ളിക്കാർ പറയുന്നത്, ചില സമയത്ത് ചുരിദാർ ഇടുന്ന സമയത്ത് ഓ അടിപൊളി, നീ എൻ്റെ ഭാര്യ തന്നെ, നിന്നെ എൻ്റെ ഭാര്യയാക്കാൻ എന്ത് അടിപൊളിയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷേ പതിയെ വേണമെങ്കിൽ അത് മാറി തുടങ്ങാം. ഓക്കെ, പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇന്നെന്താണ് ഇടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അവർക്ക് അയച്ചു കൊടുക്കണം. അവരാണ് തീരുമാനിക്കുന്നത് എന്തിടണമെന്ന്. ശരിക്കും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ നടക്കത്തില്ല. ഓക്കെ, എന്തായാലും വളർത്തുഗുണമൊന്നും ആയിരിക്കത്തില്ല, നല്ല പോലെയൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ വളർത്തിയത്. പിന്നെ ആ ഒരു രീതിയായിരിക്കും മാറ്റേണ്ടത്. എന്തായാലും ഇത് എല്ലാവർക്കും ഒരു അനുഭവമാണ്. സോ ഇനിയെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെയുള്ള ടോക്സിക് കാമുകന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക കേട്ടോ, ഇതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ട എന്നൊക്കെ ഉള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പെട്ടുപോകും സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നു പെങ്ങന്മാരെ, നിങ്ങൾ പെട്ടുപോകും. ഓക്കെ, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് എക്സാമ്പിളാണ് ശരിക്കും പണ്ട് ബാലയുടെ കയ്യിൽ നിന്നും ഇതുപോലെ സെയിം രീതിയിൽ തന്നെയാണ് അമൃത കൂടി രക്ഷപ്പെട്ടു വന്നത്. അതിനുശേഷം ബാലയ്ക്ക് പല റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ അങ്ങ് മനസ്സിലാവും. അതിനുശേഷം പുള്ളിയോട് എത്ര പേര് നിന്നു. ഇപ്പൊ വന്ന കോഹ്ലി എന്ന് പറയുന്ന ലേഡി മാത്രം എന്തോ നിൽക്കുന്നു, ബാക്കി എത്ര പേര് പോയി. ഓക്കെ, ഇത് ഒരു പെണ്ണിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലടക്കം ഇവർ കയറി കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോയി. ശരിക്കും നമ്മളെ ടോർച്ചർ ചെയ്ത് നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കും. അനുപമയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നിന്നും അങ്ങ് തെലുങ്കിലോട്ടൊക്കെ പോയപ്പോഴത്തേക്കും വേറെ ലെവലായി, അടിപൊളിയായി പുള്ളിക്കാരി. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട കൊച്ചിനെ ശരിക്കും ഇവനെ പോലുള്ളവന്മാർ ശരിക്കും കയറിട്ട് കുരുക്കി വലിച്ചിറക്കുകയാണ് താഴേക്ക്. അത് അനുവദിക്കാൻ പാടില്ല. പോയത് തന്നെ നന്നായി, അടിപൊളിയായി. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയിലെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തേക്ക്. രക്ഷപ്പെടുന്ന പെടട്ടെന്നേ, നമ്മൾ കാരണം ഒരാൾ മൂൺ ചെയ്ത് പോകുന്നെങ്കിൽ പോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് സുഹൃത്തുക്കളെ, ഇതുവരെയും ബൈ.